എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറി എഗ് റോസ്റ്റ് അല്ലേ? അപ്പോൾ ഇനിയും ആർക്കെങ്കിലും എഗ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം പണ്ടൊക്കെ ഈ ഒരു കറി എങ്ങനെയൊക്കെ വെച്ചാലും എനിക്ക് അത്ര ശരിയാവില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാം, നല്ല ടേസ്റ്റും ഉണ്ട്, സിമ്പിളുമാണ്. ഞാൻ 2 സവാള എടുത്തേക്കുന്നത്, 2 സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഈ ചേരുവകളെല്ലാം കൂടെ ഒരു മിക്സിഡ് ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കണം. ഭയങ്കര ഫൈനായിട്ട് അരിഞ്ഞു പോയത് കേട്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടണം. എന്നിട്ട് അതെല്ലാം കൂടെ നമ്മൾ ആദ്യം സവാള വഴറ്റി പാനിലേക്ക് ഇട്ട് ആ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാവേ. പിന്നെ ഒരു 2-3 ഡ്രോപ്സ് വിനേഗറും കുറച്ച് ശർക്കരപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന എഗ്ഗ് 2ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഗ് റോസ്റ്റ് റെഡിയായി. നല്ല ടേസ്റ്റി ഉള്ള ഒരു എഗ് റോസ്റ്റ് ആണ്. പിന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഗ് റോസ്റ്റ് വെച്ചിട്ട് ഇനിയും ശരിയാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റെസിപ്പി കൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ.